ഈ ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അതിതാണ് ഗൈസ്, അതിതാണ്. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറയിലാണുള്ളത്. ഏകദേശം 700 ഏക്കർ വരുന്ന ഒരു ലാറ്ററൈറ്റ് ഭൂമിയാണിത്. ലാറ്ററൈറ്റ് എന്ന് പറഞ്ഞാൽ ചെങ്കല്ലില്ലേ, നമ്മൾ വീട് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ചെങ്കല്ല് വെട്ടിയെടുക്കുന്നത്, ഇതുപോലത്തെ മനോഹരമായ സ്ഥലങ്ങളാണ്. ഈച്ചകളെയൊക്കെ പിടിച്ചു നിന്നൊരു ചെടിയാണിത് കേട്ടോ, ഡ്രോസീറ. 100-300 തരം കുഞ്ഞു ചെടികൾ, ഇതുപോലെ മനോഹരങ്ങളായ ചെടികൾ ഇവിടെയുണ്ട്. ചൂതും കാക്കപ്പൂവും പൂത്ത് നിറഞ്ഞു നിൽക്കുകയാണിപ്പോൾ. കുറേ നടക്കാണ്ട് കേട്ടോ. നമ്മളിതിൻ്റെ ഭംഗി മുഴുവൻ കാണണമെങ്കിൽ ഒരു ദിവസം കൊണ്ടൊന്നും നടന്ന് തീരൂല. നമ്മൾ നടത്തം തുടങ്ങുകയാണ്. മുർഡാനിയ എന്ന് പറയുന്ന ഒരു കുഞ്ഞു വയലറ്റ് പൂക്കളുള്ള ഒരു ചെടിയാണ് കേട്ടോ. ഇതും ഇവിടുത്തെ ഒരു ആളാണ്. ലാറ്ററൈറ്റിൽ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാടുകളും ഉണ്ടാവും. ഭയങ്കര വെയിലായിരിക്കും ഇവിടെ പകൽ സമയത്തൊക്കെ. കുടയില്ലാതെ നടക്കൂല. പക്ഷേ ഞാൻ നടന്ന് ക്ഷീണിച്ചു. കുറേയധികം ദൂരം കണ്ടില്ലേ, കുറേയധികം ദൂരം നടന്നു, ക്ഷീണിച്ചു. ഒന്ന് ജസ്റ്റ് റെസ്റ്റ് എടുക്കാൻ കഴിയും. ഈ ലാറ്ററൈറ്റിന് നടുക്കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. ആ റോഡ് ലക്ഷ്യമാക്കിയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ഈ കുഞ്ഞു മഞ്ഞപ്പൂക്കളുള്ള ഈ ചെടി ജീസാപ്സിസ് എന്നാണ് അതിൻ്റെ പേര്. എത്തി ഗൈസ്, ഞാൻ ഈ റോഡുമ്മിലെത്തി. കണ്ടില്ലേ, ഈ റോഡ് നേരെ അങ്ങോട്ട് പോയാൽ പഴയങ്ങാടിയാണ് കേട്ടോ, കണ്ണൂരിലെ. ഇവിടെ വരുന്നവർ കണ്ട കുപ്പിച്ചില്ലും പ്ലാസ്റ്റിക്കും എല്ലാം ഇടുന്നുണ്ട്. പോലീസ് തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട്. ഇത്ര മനോഹരമായ സ്ഥലത്ത് വന്ന് മാലിന്യം ഇടാൻ ഒരു യാത്രക്കാരനും കഴിയില്ല കേട്ടോ. ഈ കാണുന്ന ഭംഗിയുള്ള വെള്ളപ്പൂക്കൾ, ചൂത് എന്ന് പറയുന്ന ഈ ചെടി, എറിയോക്കോളൻ മാടായിപ്പാറൻസ് എന്നൊക്കെ പറയുന്ന എറിയോക്കോളൻ്റെ കുറേ സ്പീഷീസ് ഇവിടെ മാടായിപ്പാറയിലുണ്ട്. ഞാൻ ഈ റോഡിന് അപ്പുറത്തേക്ക് ദൂരെ നോക്കുമ്പോൾ ഒരു ചെറിയ ആൽപ്പരം കാണുന്നില്ലേ, അങ്ങോട്ടേക്കാണ് നടക്കാൻ പോകുന്നത്. കേട്ടോ, നല്ല മേഘത്തിൻ്റെ ഒരു ഭംഗിയൊക്കെ. വാവ്, നിന്നെ കാണുന്നില്ല, നിന്നെ കാണുന്നില്ല. നീയല്ലേ കാണണ്ടേ, ഇന്റെ അത് കാണണ്ടേ? ആ വീഡിയോ അല്ലേ? ഓക്കെ, അടിപൊളിയല്ലേ വന്നിരിക്കാൻ?
ഇത്തവണത്തെ യാത്രയിൽ എൻ്റെ കുറച്ച് കൂട്ടുകാരും കൂടെ ഉണ്ട് കേട്ടോ. വടക്ക് നോക്കി യന്ത്രത്തിൽ തളത്തിൽ ദിനേശൻ നോക്കുന്ന ഒരു ലുക്ക് മാത്രമേ എനിക്ക് എപ്പോഴും കിട്ടുള്ളൂ. നമ്മൾ ഈ ആൽമരത്തിൻ്റെ അടുത്ത് എത്തി കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട്, ഒരു ഹാപ്പിനെസ്. ഇതാണ് മാടായിപ്പാറയിലെ സൂപ്പർ സ്റ്റാർ കാക്കപ്പൂ, യൂട്രിക്കുലേരിയ എന്ന് പറയും. ഇത് ചില സമയത്ത് ഇവിടെ മൊത്തം അങ്ങ് പൂത്ത് ഈ ഭൂമി മൊത്തം വയലറ്റ് നിറമായി മാറും. അതാണ് അതിൻ്റെ ഭംഗി. കണ്ടാൽ യൂട്രിക്കുലേരിയനെ പോലെ തോന്നുമെങ്കിലും ഇത് മുർഡാനിയാണ് കേട്ടോ, അതുപോലെ വയലറ്റാണ്. ഇത് ചൂതിൻ്റെ പൂക്കൾ നന്നായി വിരിഞ്ഞിരിക്കുകയാണ്. ഈ യൂട്രിക്കുലേരിയയുടെ പൂക്കൾ കഴിഞ്ഞാൽ ഇവിടെ മൊത്തം വെള്ള നിറമായി മാറുന്നത് ഈ ചൂതിൻ്റെ പൂക്കൾ കൊണ്ടാണ്. ഇതാ ഞാൻ പറഞ്ഞ ഭൂമി തന്നെ മൊത്തത്തിൽ വെള്ള നിറത്തിൽ ഈ ചൂതിൻ്റെ പൂക്കൾ കൊണ്ട് വെള്ള നിറത്തിലായി മാറും. ഇതോടെ പൂക്കാലം ഏകദേശം അവസാനിക്കാറായിരുന്ന ലക്ഷണം കൂടിയാണിത്. ഇതൊരു പീലി നീലി എന്ന് പറയുന്ന ഒരു തരം ചെടിയാണ്. ഇതിൻ്റെ പൂക്കളൊക്കെ അതിൻ്റെ പീലി നീലപ്പീലികളുള്ളതുകൊണ്ടാണ്. സയനോട്ടിസ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ബോഡി കണ്ടില്ല, ഒരു പിങ്ക് കളറാണ് കംപ്ലീറ്റ് ഇലയൊക്കെ. ലാറ്ററൈറ്റുള്ള പക്ഷിയാണ്, ശബ്ദം കേൾക്കാം. ആ പക്ഷിയുടെ ശബ്ദം അതാണ് തിത്തിരി പക്ഷി. ഈ ചെങ്കൽ കുന്നുകളിൽ എപ്പോഴും ഇങ്ങനെയുള്ള പള്ളങ്ങൾ എന്ന് പറയുന്ന ഈ ജലസ്രോതസ്സുകൾ കാണും. അതുകൊണ്ടാണ് ഇത് ചെത്തി നശിപ്പിക്കരുതെന്ന് പറയുന്നത്. വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട് ഈ കല്ലുകൾക്ക്. നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇതിനകത്ത് എടുത്തു ചാടി കുളിക്കാനൊക്കെ ഉള്ള ഒരു ടെംപ്റ്റേഷനൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതില്ലേ എന്താ പറയുക, ഇൻസെക്ടിവോറസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിന് അവിൽ പുല്ലെന്ന് പറയും. കണ്ടാലൊരു അവിൽ പോലെ ഉള്ളതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ. എനിക്ക് ഒരു റിക്വസ്റ്റേ പറയാനുള്ളത് നിങ്ങളോട്. ഈ ചെങ്കല്ല് വെച്ച് വീട് വെക്കുന്നതിന് പകരം സിമൻറ്റ് കട്ടകളൊക്കെ ഇപ്പോൾ കിട്ടുമല്ലോ, അത് വെച്ച് വീട് വെച്ചാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ നമുക്ക് സംരക്ഷിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസം സെൻ്ററായിട്ട് മാറേണ്ടുന്ന സ്ഥലങ്ങളാണ്. കാപ്പി മല അത് ഇത്ര ഭംഗിയുണ്ടാവില്ല കേട്ടോ. ഇതാണ് റൊട്ടാല മലബാറിക്ക, കണ്ണൂർ ജില്ലയുടെ സ്ഥാനിക സസ്യം അഥവാ എൻഡമിക് പ്ലാന്റ്. അതായത് സ്ഥാനിക സസ്യം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഇത് കണ്ണൂർ ജില്ലയിൽ മാടായിപ്പാറയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല ഇവിടെ ഞാൻ ഇതൊരു ഈ റോഡ് വന്നിട്ട് ഒരു 10 കൊല്ലമായി. ഈ റോഡില്ലേ ഇവിടെയുള്ള റോഡ്, ഈ റോഡല്ല, മെയിൻ റോഡ്.
ഇനി ഞങ്ങൾ നടക്കുന്നത് ഈ ലാറ്ററൈറ്റ് ഭൂമിയുടെ ഏകദേശം അരികിൽ കിഴക്കേ അതിരിൻ്റെ അടുത്ത് മാടായി കാവുണ്ട്, ഒരു ഭഗവതി ക്ഷേത്രം. അങ്ങോട്ടേക്കാണ്. ആ കാവ് ഒന്ന് കാണാം. മയില് കൊത്തും. ഞാൻ പണ്ട് പഠിച്ച കോളേജില്ല, അവിടെ മയില് അവിടെ കാക്കേണ്ട ഇത് അതിൻ്റെ ഇങ്ങനെ സൈഡ് അത് നല്ല കുഴപ്പമില്ല. ഓ തുമ്പിയിലെ പോത്തുണ്ട്. ഇത് മൊത്തം ഫുൾ വീഡിയോ. അതിന് മുകളിൽ കയറാം. കാല് കിടപ്പില്ല. ഈ വള്ളിച്ചെടികൾക്കൊക്കെ ഒരു 100 കൊല്ലത്തിൻ്റെയൊക്കെ മേലെ പഴക്കം കാണും. അവസാനം നമ്മൾ മാടായിക്കാവിൻ്റെ മുന്നിലെത്തി. കുറച്ച് നേരം ഇവിടെ വിശ്രമിക്കാമെന്ന് വെച്ചു. വെയിലത്ത് നടന്ന് തളർന്നു വന്ന ഞങ്ങൾക്ക് ഈ ആൽമരം തരുന്ന തണുപ്പ് ഒരു 1.5 തണുപ്പാണ്. യാത്ര അവസാനിപ്പിച്ച് ഞങ്ങളൊരു ഓട്ടോയിലേക്ക് കയറി. മനോഹരമായ മറ്റൊരു പള്ളം ഇവിടെ ഇടതുഭാഗത്തുണ്ട്. എൻ്റെ കൂടെ ഉത്തർപ്രദേശിൽ നിന്നുള്ള രാജേഷ് കുമാർ ഉണ്ട്. മറ്റേതെങ്കിലും യാത്രയിൽ വീണ്ടും കാണാം. ബായ്.